മക്കളെ, നമുക്കിന്ന് ഊ എന്ന മാത്ര പഠിക്കാം. ഊ വരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇനി ഊ എന്ന മാത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ നോക്കാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. ബെഡി ഊക്കി മാത്രയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഊ ഊ കണ്ടാ, ഊ എന്ന് ഇങ്ങനെയാണ് ചെയ്യുക. ഊ ഊ. ബൂൽ, സാധു. സ ആ ചിഹ്നം, ദ ഊ എന്ന ചിഹ്നം കൂട്ടി വായിക്കുന്നത് സാധു. അക്ഷരങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതായതുകൊണ്ട് നമുക്ക് ചിഹ്നങ്ങൾ ചേർത്ത് മാത്രം വായിക്കാം. ഓക്കെ. ബൂക്ക്, ബൂഖ, ബൂക്ക്. ധൂം, ധ ഊ ചിഹ്നം മ, ധൂം. ഗൂം, सूद, दूध. गूब, झूला, बूला. पूजा, चूजा. सूंजा, जूता. चूहा, बूठा. भूखा, सूखा. रूखा, रूखा. जूठा, बूसा, बूसा. कूड़ा, जूली. मूली, सूती, नूरी. पूड़ी, राजू. खाजू, साधु. कालू, झाड़ू. बापू, मूरत. रूमाल. पूर्व, चूरमा, चूरमा. सूरज, चूरन, चूरन. तराजू, तराजू. कचालू, कचालू. पटाकू, पटाकू. लड़ाकू, लड़ाकू. खुशबू, खुशबू. गजूर, मयूर. आलू, फूल. फूलना, फूलना, फूलना. डूबना, डूबना. भूषण, भूषण. ഊ ചിഹ്നമാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് അതിൻ്റെ സെൻറ്റൻസ് നോക്കാം. ഓക്കെ. सूरज, सूरज. निकल, निकल. सूरज निकल आया, आया. रामू, रामू. अब तू भी उड़. पूनम, कूड़ा. उड़ाकर, दूर. डालकर, आ. रामू, दूर तक. घूम कर आ, घूम कर आ. रामू, फूल ला. फूल चढ़ाकर भगवान की पूजा कर. भगवान की पूजा कर. कपूर व धूप जला. फूल चढ़ा, फूल चढ़ा. रामू दूध पी, रामू दूध पी. पूड़ी गा. सूट पहनकर दुकान पर जा. सूट पहनकर दुकान पर जा. आलू, तरबूज. आलू, तरबूज. मूली व कचालू ला. आलू, तरबूज, मूली व कचालू
ല പൂനം പൂനം ആലു ആലു തഥാ തഥാ കച്ചാലു കച്ചാലു की कचालू की चाट बना बाहर सूरज എന്നായിരിക്കും ട്ടോ മധാരി ആ ഗയാ ബാഹർ ഇവിടെ ഉള്ളതുപോലെ വായിക്കാം सरजू बाहर सरजू मधारी आ गया बाहर सरजू मधारी आ गया साथ साथ में बालू भी लाया साथ में बालू भी लाया भालू का नाम कालू था मधारी डमरू बजा रहा था मधारी मधारी डमरू बजा रहा था डमरू की आवाज़ सुनकर भालू गूब नाचा भालू गूब नाचा बालक गूब गुश हुए बालक गूब गुश हुए അത്രയാണ് ഊ ചിഹ്നം നമുക്ക് നോക്കാനുള്ളത് ഊ എന്ന ചിഹ്നം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു വായിച്ച് പഠിച്ചിട്ടുണ്ടാകും എന്ന് കരുതുന്നു കൂടെ വായിച്ചിട്ടുണ്ടാകും എന്നാണ് കേട്ടോ ഞാൻ വായിക്കുമ്പോൾ എൻ്റെ കൂടെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും അതുപോലെ വായിക്കുക കൂടെ വായിച്ചിട്ട് പഠിക്കാം എഴുതി നോക്കുക അക്ഷരങ്ങൾ ഇതുപോലെ ചിഹ്നങ്ങൾ വെച്ചിട്ട് എഴുതി നോക്കുക ഊ എന്ന ചിഹ്നം വരെയാണ് നമ്മൾ പഠിച്ചത് ഇനി ബാക്കി മാത്രകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ